ഈ ട്രോളിയും പിടിച്ച് ഞാൻ പോകുന്നത് കൊച്ചിയിലേക്കാണ് കേട്ടോ. കൊച്ചിയിലേക്ക് പോകാനൊരു കാരണമുണ്ട്. കുറച്ച് കാലമായിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് നടക്കുന്നത്. അങ്ങനെ തപ്പിത്തെറിഞ്ഞ് നടന്നപ്പോഴാണ് പുതിയൊരു ബിസിനസ് എൻ്റെ ഐഡിയ ഉദിച്ചത്. അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവാണ്. എന്താ ബിസിനസ്, എങ്ങനെ ഏതാന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇത്രയും കാലമായിട്ട് വന്ദേ ഭാരതത്തിൽ കയറില്ല, അപ്പം എന്തായാലും കൊച്ചി പോവല്ലേ, എന്നാൽ പിന്നെ വന്ദേ ഭാരതത്തിൽ തന്നെ കയറാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ടിക്കറ്റ് ഒന്നും എടുത്തില്ല, പ്രിപ്പേർഡ് അല്ലേ ഇരുന്ന്. അതുകൊണ്ട് തന്നെ തത്കാലാണ് ബുക്ക് ചെയ്തത്. 1550 കേട്ടോ ടിക്കറ്റിൻ്റെ പ്രൈസ് ഒന്ന്. അതിൽ ഞാൻ ഫുഡൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ല. കയറിയ സമയത്ത് അവരോട് ചായ ഉണ്ടെന്ന് എന്നെ പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ച് പേ ചെയ്തില്ല. അപ്പോൾ പ്രശ്നമില്ല, ബുക്ക് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പേ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ചുടുവെള്ളം കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് ഞാൻ വെച്ചത് എന്താണ്. അങ്ങനെ ഞാൻ ഈ പൗഡർ ഇങ്ങനെ നോക്കിയിരുന്നപ്പം എന്നോട് അവിടുത്തെ ആൾ വാങ്ങിയിട്ട് എനിക്ക് ആ കോഫി പൗഡർ പൊട്ടിച്ച് അതിലിട്ടെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇത് എല്ലാം മിക്സഡ് ആണെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് കാല് വെക്കാൻ സ്ഥലമുണ്ട്. മെയിനായിട്ട് എനിക്ക് ചാർജറാണ്, അതിനുള്ള സ്ഥലമുണ്ട്. പിന്നെ അതിൽ ഫുഡ് ഉണ്ട് പറഞ്ഞപ്പോൾ ഫുഡ് എൻ്റെ വീക്ക്നെസ് അല്ലേ, ഒന്നും ഞാൻ നോക്കില്ല. എനിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തു. കുഴപ്പമില്ല, എനിക്ക് അത്ര ഇഷ്ടമായില്ല. ബ്രെഡും മുട്ടയും കേസരിയും അതുപോലെ തന്നെ കട്ട്ലേറ്റൊക്കെ ആണ്, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ കൊച്ചിയിലെത്തിയിട്ടോ. അടിപൊളി യാത്രയായിരുന്നു. കൊച്ചിയിലെത്തിയപാട് ഭയങ്കരമായ ഞാനിവിടുന്ന് കുടയും എടുത്തില്ല, റെയിൻകോട്ട് ഒന്നും എടുത്തില്ല. ലാസ്റ്റ് ഞാൻ അവിടെ ഒരു ഷോപ്പ് കയറി സ്നാക്സ് കുടിച്ച് ഏകദേശം 1 മണിക്കൂറോളം ഇരുന്നിട്ട് ലാസ്റ്റ് റെയിൻകോട്ടും വാങ്ങിയിട്ട് ഞാൻ നേരെ ഇറങ്ങി പോവുകയാട്ടോ ചെയ്തത്. പിന്നെ ഒന്നും നോക്കിയില്ല. ടീ സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഷോപ്പ് എൻ്റെ ശ്രദ്ധയപ്പെട്ടു കേട്ടോ. അവിടെ കയറിയ സമയത്ത് ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു എഗ്ഗ് എന്നെ അട്രാക്ഷൻ ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ അവരോട് ആ മുട്ട ചോദിച്ച് കൂടെ ഒരു മുസംബി ജ്യൂസും. ഇതെവിടാന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടിയോന്ന് അറിയില്ല. MG റോഡിൽ നിന്നാണ് അവർ പറഞ്ഞത്. കൊച്ചിയിൽ പോയി വന്നെന്നുള്ളൂ, കൊച്ചിക്കാരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ സ്ഥലങ്ങളൊന്നും. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു സിംഗറിൻ്റെ ഷോപ്പ് കണ്ടത്. ഇത് നമ്മളെ ഫീൽഡാണല്ലോ എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അവനോടും കുറച്ച് നേരം കത്തി അടിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ എക്സൽ എന്ന് പറയുന്ന ക്ലീനിങ് പ്രൊഡക്റ്റിൻ്റെ ഈ ഒരു ഫാക്ടറി കാണാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊച്ചിയിലേക്ക് വന്നത്. അപ്പം മനസ്സിലായല്ലോ എൻ്റെ ബിസിനസ് എന്താണെന്ന്. ഇത് തൃശ്ശൂർ KSRTC സ്റ്റാൻഡ്. കൊച്ചി പോയ ഞാൻ എന്തിനാ തൃശ്ശൂർ പോയതെന്നായിരിക്കില്ലേ നിങ്ങളുടെ ചോദ്യം. ഇതിന്റെ പിറകിൽ വലിയൊരു കഥയുണ്ട്. കണ്ടകശനി എന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ, കൊണ്ടറിഞ്ഞ ദിവസമാണ് കേട്ടോ. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. വൈമൽ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തിയപ്പം ട്രെയിൻ 1 മണിക്കൂർ പിടിച്ചിട്ട് കാരണം ചോദിച്ച സമയത്ത് എവിടെയോ മണ്ണിടിഞ്ഞെന്നാണ് പറഞ്ഞത്. മാത്യു എത്ര വർഷമായി? ബിനു എത്ര വർഷമായി? അപ്പോൾ വളരെയധികം താങ്ക്സ്. എൻ്റെ യാത്രയുടെ അവസാനത്തെ എൻഡിങ്ങിൽ താങ്ക്സ് പറഞ്ഞ് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, കറക്റ്റ് രാത്രി 12:01 കേട്ടോ. എൻ്റെ യാത്ര അവസാനിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC സ്റ്റാൻഡിലാണ്. അൽഹംദുലില്ലാഹ് എന്നെ ഈ യാത്രയിൽ ഒരു കുഴപ്പമില്ലാതെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചതിന് ആദ്യം ഞാൻ നന്ദി പറയുന്നത് പടച്ചവനോടാണ്. അൽഹംദുലില്ലാഹ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഞാൻ വന്നത് KSRTCയിലാണ്. KSRTC എന്ന് പറയുമ്പം ആ വണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കായാലും നമ്മളെപ്പോഴും ആനവണ്ടി അത് ഇത് എന്നൊക്കെ പറയുന്ന, പക്ഷെ ആ വണ്ടിൻ്റെ ഉള്ളിലുള്ള 2 ആൾക്കാരുണ്ട്, ഡ്രൈവറും അതുപോലെ തന്നെ കണ്ടക്ടറും. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അവരോടാണ് നന്ദി പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ വിധത്തിലും താങ്ക്സ്. എൻ്റെ എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങളുണ്ടാവും.